അരൺമനെ 4 പടം 100 കോടി ക്ലബിൽ കയറി. ഏതോ ഒരു പൂജാരി തൻ്റെ മോളെയും കൂട്ടി മീൻ പിടിക്കാൻ വേണ്ടി തോണിയെടുത്ത് തൊഴഞ്ഞു പോകുമ്പോൾ ഏതോ ഒരു കാലത്ത് ഏതോ ഒരുത്തിനെറിഞ്ഞ് പുഴയിലടിയിൽ പോയ ഒരു കുടത്തിനെ ഈ പൂജാരിൻ്റെ തോണി തുഴയാൻ വെച്ച കോലും കൊണ്ട് അടിച്ച് പൊട്ടിക്കും. പൊട്ടിച്ചതും കുറേ കാലമായി വെള്ളത്തിനടിയിൽ കിടന്ന പ്രേതം വൈബായിട്ട് ഈ പൂജാരിൻ്റെ മോളുടെ മേത്ത് കയറി പ്രേതം വൈബ് മറ്റൊരു വൈബുണ്ടാകും. പിന്നെ മോളുടെ മുഖത്ത് കാലത്ത് വെളിക്ക് പോകാൻ വെച്ച വെള്ളം എടുത്ത് ഒരൊറ്റ ഒഴിക്കലാണ്. ഹമ്മീ മറ്റ് മുഖം കരിഞ്ഞു ഉണ്ടാവും. പടത്തിലെ പ്രേതമാണ് ബക്ക്. ഏതൊരു ആമസോണിൻ്റെ നടുക്ക് ഒരു അരൺമനേനെ കാണിക്കും. ആ അരൺമനയിൽ വേറെ ആരുമല്ല, തമന്ന, ഭർത്താവ്, 2 മക്കൾ. ഒരേ പാട്ടായിരിക്കും, ജോ 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 ജോ. ഒരു ഡാൻസും പാട്ടും ബഹളവുമാണ്. അങ്ങനെ ഒരു ഫെമോലിയാലിറ്റി ഒക്കെ കാണിക്കും. അങ്ങനെ ഫാമിലിയാണെന്ന് മനസ്സിലായതിനു ശേഷം പാട്ട് കഴിഞ്ഞ് മണ്ട കഴിഞ്ഞ് വെളിക്ക് പോകാൻ ചെക്കൻ ഓട്ടമാണ് കാട്ടിലോട്ട് വെളിക്ക് പോകാൻ പോയ ചെക്കനെ അവതാറിൻ്റെ സെറ്റിൽ നിന്ന് ഏതോ ഒരുത്തം വന്ന് വലിച്ചിട്ട് പോകും. അതിനു മുമ്പ് അവിടെ മൊത്തം കഞ്ചാവ് വലിച്ച ആരൊക്കെ പുകച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തം പുകയാണ്. സുന്ദർസി ആദ്യം മെൻഷൻ ചെയ്ത ഇടം മൊത്തം പുകഞ്ഞറാന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടതായിരുന്നു. കെട്ടിയവൻ വീട്ടിൽ വന്നിട്ട് വേറെ പണിയൊന്നും ഇല്ലയെന്ന് കരുതി കെട്ടിയവൻ തൻ്റെ ഭാര്യയെ പോട്ടുതള്ളി കിണറ്റിൽ കെട്ടിത്തൂക്കി ഒരൊറ്റ വലിക്കലാണ്. അതിനു മുമ്പ് ഭാര്യൻ്റെ കൂടെ കുറേ അഭ്യാസ സംഗതി സമ്പ്രദായ പരിപാടികളൊക്കെ കാണിക്കും. തമന്നയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ താഴെന്ന് വലിച്ചിട്ട് പോകുമ്പോൾ ഓസൊക്കെ എടുത്ത് ഉണങ്ങിയ തുണിൻ്റെ മുകളിലൊക്കെ ഒഴിക്കലാണ്. ആരും കണ്ട് എൻകറേജ് ചെയ്യാനില്ല എന്നൊരു സ്വന്തം മക്കളെ തന്നെ കൈയടിച്ച് ചിരിക്കാൻ പറയും. മക്കൾ ഒരേ ചിരിയാണ് പറ്റും. ഇതൊക്കെ കണ്ട് വെറുത്ത പ്രേതം കയറിയ ഭർത്താവ് കെട്ടിത്തൂക്കി കിണറ്റിലൊരൊറ്റ വലിയാണ്. ഇത് മുമ്പ് എന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കാണേണ്ടിയിരുന്നില്ല. ഇതിൻ്റെ ചത്ത വിവരം അറിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ സുന്ദരേട്ടന് വരും ഈ അരൺമനയിലിട്ട്. അതിന് മുമ്പ് സുന്ദരേട്ടൻ ഒരു ലോയറാണ് ടാ. അതിന് മുമ്പ് ഈ സുന്ദരേട്ടൻ ഈ തമനൻ്റെ അടുത്തൊന്നും മുണ്ടില്ല. ഈ ലവ് മാരേജ് ഒക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ നീ പോ, ഞാൻ മുട്ടില്ല പറഞ്ഞ പോലെ ഇവർ പണക്കത്തിലാണ്. കെട്ടിയവൻ തമന്ന രണ്ടും പടമായി. അതിന് ശേഷമാണ് സുന്ദരേട്ടൻ വരുന്നത് അരൺമനയിലോട്ട്. സുന്ദരേട്ടൻ, കോവൈ സർല, BTV ഗണേശ്, യോഗി ബാബു, മൊട്ട രാജേന്ദ്രൻ, ഇവരൊക്കെയാണ് ഈ പടത്തിൻ്റെ മെയിൻ. സുന്ദരേട്ടന് പണ്ടേയുള്ള പരിപാടിയാണ് വീട്ടിൽ ക്യാമറ മാറ്റി പ്രേതത്തിനെ പേടിപ്പിക്കുക, പ്രേതത്തിനെ ക്യാച്ച് ചെയ്തിട്ട് ട്വിറ്ററിലിട്ട് വൈറലാക്കുക. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ വീണ്ടും ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകും. പക്ഷെ തുടങ്ങില്ല. പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീകോഡിങ്ങാണ്. ഈ വീട്ടിൽ എന്തോ അപാകതയുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിന് മുമ്പ് തന്നെ പ്രേതം പരിപാടി തുടങ്ങിയിട്ടാ കുട്ടികളെ വൻ വെറുപ്പിക്കലും പേടിപ്പിക്കലൊക്കെയാണ്. ഈ സ്നാപ്ചാറ്റിൽ പ്രേതം, കൊതുവിനെ അടിക്കാൻ ബാറ്റ് വാങ്ങിയ അവിടെ പ്രേതം, വാളിൽ പ്രേതം, വീട്ടിൻ്റെ മച്ചിൻ്റെ മുകളിൽ പ്രേതം, ഇനി എവിടെ കിടക്കാൻ പോകുന്ന റൂമിനകത്ത് ബൾബിനകത്ത് വരെ പ്രേതം. എന്താ വെച്ചാൽ ബൾബ് മിന്നി കത്തുകയാണ്. പിന്നെ മണ്ട കാഞ്ഞ സുന്ദരേട്ടൻ വെളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുവാണ്ട് ആ കാട്ടിൽ മൊത്തത്തിൽ ഡീകോഡിങ്ങാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ട്, ഇവിടെ ക്യാമറ മാട്ടിയൊരു മിനിറ്റ് വരെ നടത്തുവാണ് പുള്ളിക്കാരൻ. പിന്നെ ക്യാമറ മാട്ടാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ആ ഐഡിയ അങ്ങ് വിട്ട് ഇതിൽ അവിടെ എവിടെയും ക്യാമറയൊന്നും മാട്ടില്ലാട്ട. എന്നാൽ ഇവിടെ ട്വിസ്റ്റ് ഉണ്ട്, ക്യാമറ വേറെ അവനും ഒരുത്തും പിടിച്ച് ഒരേ നടത്തുവാണ്. അങ്ങനെ ആ ക്യാമറയൊക്കെ നോക്കുമ്പോൾ സുന്ദരേട്ടൻ കാണുന്നത് ആ മറ്റേ ഭർത്താവ് ജോഗിങ്ങിന് പോകുന്ന സീക്വൻസാണ്. അതിലെവിടെയോ ഒരു പൂജാരി മാട്ടിയിട്ടുണ്ട്. ഈ പൂജാരി വേറെ ആരുമില്ല, KGF വന്ന നമ്മുടെ വില്ലൻ ചേട്ടൻ. അങ്ങനെ സുന്ദരേട്ടൻ മനസ്സിലാക്കി എൻ്റെ തങ്ങിച്ചേ പൊന്തത് നീ താണ്ട് പറഞ്ഞിട്ട് ഒരു ഫോളോ ഒട്ടിയാണ്. ഇയാൾ പിന്നെ ഓട്ടം ചാട്ടം. ഇയാളുടെ സ്പീഡിനും ഹൈറ്റിനും സുന്ദരണ്ണന് പിടിക്കാൻ പറ്റിയില്ല. പിന്നെ പിടിക്കാമെന്ന് വിചാരിച്ച ചായ പിടിക്കാൻ വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്ന പ്രേതത്തിൻ്റെ വക വെറുപ്പിക്കലാണ്. ഫുള്ളും യോഗി ബാബുനെയും ഈ പിള്ളേരിനെയൊക്കെ ഇട്ട് ഒരേ വെറുപ്പിക്കലും കോമഡിയും ഒരേ പരിപാടിയാണ്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് പ്രേതത്തിന് വെറുപ്പിച്ച് ബോറടിച്ചതിന് ശേഷം പാസമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങും. ചോറ് വെച്ച് കൊടുക്കും, കുമളകൾ വിട്ട് കളിപ്പിക്കും, ഇതൊക്കെ ചെയ്യും. ഇതൊരു സൈക്കോ പ്രേതമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആകും. എന്നാൽ പിന്നെ ഈ പ്രേതത്തിന് ആദ്യം തന്നെ ചെയ്തുകൂടി. സച്ച് അൺഎഡ്യൂക്കേറ്റഡ് പ്രേതം. പിന്നെ ഈ ഗ്രാമത്തിനകത്ത് കുറേ എണ്ണം പട്ടവായിക്കൊണ്ടേയിരിക്കും. പിന്നെ സുന്ദരേട്ടൻ അങ്ങ് ആ സാമിയാരെ പിടിക്കാൻ വേണ്ടി ഓട്ടത്തിനിടയിൽ സാമിയാരുടെ സ്പോട്ട് കണ്ടുപിടിച്ച് അങ്ങോട്ട് കയറിപ്പോയ തമനൻ്റെ കെട്ടിയവൻ, പിന്നെ ഇടയിൽ ചത്തവൻ, ആ 3 എണ്ണത്തിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടാവും. 3 എണ്ണത്തിൻ്റെ ഫോട്ടോ കണ്ടത് ഇവർക്ക് പിടികിട്ടുമ്പോൾ അപ്പം ഇവൻ തന്നെ എന്തോ ചെയ്തിട്ടുണ്ടാവുക വേണ്ടി ഇവനെ പിന്നെ ഫോളോ ഒട്ടിയാണ്. പിന്നെ ഇവനെ ഫോളോ ഒട്ടിച്ചതിന് ശേഷം ഇവൻ്റെ മേലെയും പ്രേതം കയറി ഇവൻ മൊത്തത്തിൽ അവിടെ ഫൈറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നും, ഇതെന്താ മൊത്തം പ്രേതം വിട്ട് പ്രേതം കളിയാണ്. പ്രേതപ്പടം ആയതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ പോലെയായി. പിന്നെ തമനൻ്റെ പ്രേതവും KGF വില്ലൻ ചേട്ടൻ്റെ പ്രേതവും കൂടെ ഒരേ ഫൈറ്റാണ്. ആ ഫൈറ്റിൽ തമനൻ്റെ പ്രേതവും KGF വില്ലൻ ചേട്ടൻ്റെ പ്രേതവും കൂടെ ഈ അവഞ്ചേഴ്സ് ഫൈറ്റൊക്കെ നടത്തും. ഈ വാണ്ടാവിഷനൊക്കെ ഇടയിൽ വരും. ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഒക്കെ ഇടയിൽ കയറി വരും. അതൊക്കെ നമുക്കങ്ങ് തള്ളി നീക്കി കളയാൻ. സുന്ദരേട്ടൻ സിനിമയൊക്കെ കാണണ്ട. പിന്നെ ആ ഫൈറ്റിനിടയിൽ തമന്നൻ്റെ പ്രേതത്തിനെ പാക്ക് ചെയ്ത് ഭണ്ഡാരടക്കി കത്തിച്ചു വിടും. തമന്ന ബായി പറഞ്ഞു പോകും. കടപ്പാടും കല്ലും കടപ്പാറയൊക്കെ നമ്മുടെ സുന്ദരേട്ടൻ്റെ തലയിലാവും.
ഈ കുട്ടിനെ കൊല്ലാനാണ് ഈ KGF വില്ലൻ ചേട്ടൻ നോക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് കുട്ടിനെ നോക്കുമ്പോൾ വീട്ടിൽ കുട്ടി ഉണ്ടാവില്ല. സുന്ദരേട്ടൻ എപ്പോഴും പോലെ കുട്ടിനെ എടുത്ത് ഓട്ടമാണ് എവിടേക്ക്, അമ്പലത്തിലോട്ട്. എന്താ വെച്ചാൽ അമ്പലത്തിൽ പ്രേതം വരില്ലല്ലോ, സച്ച് ബ്രില്യൻറ്റ്. അങ്ങനെ അമ്പലത്തിലോട്ട് ഓടുമ്പോൾ അവിടെ ഖുഷ്ബുവും നമ്മുടെ സിമ്രനും എവിടെന്നാ വന്നെന്നറിയാണ്ട് ഒരു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ ഡാൻസിനിടയിൽ സുന്ദരേട്ടൻ കണ്ടമ്പഴി ഓട്ടം ഉണ്ടാവും. പ്രേതവും ഒരേ ഓട്ടമാണ്, ഈ മറ്റേ ഫ്ലാഷ് ഓടുന്ന പോലെ. അവസാനം അവിടെ വലിയൊരു ശലി ഉണ്ടാകും. ശലൻ്റെ അകത്ത് പോയിട്ട് സ്പ്ലിറ്റഡ് ഫൈറ്റാണ്. പ്രേതമൊക്കെ 10-20 ആയിട്ട് സ്പ്ലിട്ടായിട്ട് ഒരേ അട്ടിയാണ്. സുന്ദരേട്ടൻ ആ ശലൻ്റെ ടോപ്പിൽ കയറി ഒരച്ച ചാട്ടം, പ്രേതം മേലെ ബ്ലോക്കാവും. എപ്പോഴും പോലെ പ്രേതം അവിടെ പടവാവും. സിനിമ ഹാപ്പി എൻഡിങ്. അവഞ്ചേഴ്സ്, വാണ്ടാവിഷൻ, ഡോക്ടർ സ്ട്രേഞ്ച്, മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഒക്കെ കമുത്തി കലത്തി കുളച്ച് അടിച്ച പടമാണ് അരൺമണി 4. ഈ പടം എന്തായാലും ഹാർഡ് വർക്ക് വഴി വന്ന് ക്രിയേറ്റ് ആയ പടമാണെങ്കിലും എവിടെ നിന്നൊക്കെയോ കണ്ടു തിരിഞ്ഞ് മറന്ന് വന്ന ഒരു ഫീലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ പടത്തിനെ കുറിച്ച് പറയുന്ന അഭിപ്രായം ബ്രില്യൻറ്റ്. ബൈ, ഞാൻ പോകുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.